കൊച്ചിയിലും കോഴിക്കോട്ടും മഴ ശക്തമായി തുടരുകയാണ് കേട്ടോ. റെഡ് അലേർട്ടിന്റെ പശ്ചാത്തലത്തിൽ കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അരുൺ അമൃതാഥ് ചേരുന്നുണ്ട് മലപ്പുറത്തു നിന്നും. ഒപ്പം കൊച്ചിയിൽ നിന്ന് അരുൺ ശങ്കറും ഒക്കെ വിവരങ്ങളുമായി നമുക്കൊപ്പമുണ്ട്. ആദ്യം അരുൺ അമൃതാഥിലേക്ക്. അരുൺ, ഗുഡ് മോർണിംഗ്. ശക്തമായ മഴയാണോ? രാത്രിയൊന്നും അങ്ങനെ മഴ ഉണ്ടായിരുന്നില്ല. പക്ഷേ രാവിലെ മുതൽ തുടങ്ങിയ മഴയാണ്. അതിങ്ങനെ തുടരെ പെയ്യുന്ന ഒരു കാഴ്ച തന്നെയാണ് നഗരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ജില്ലയിലെ അധിക മേഖലകളിലും ഒട്ടുമിക്ക മേഖലകളിലും ഇതേ സാഹചര്യമാണ് എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലേക്ക് വരുമ്പോൾ നിലമ്പൂർ ഉൾപ്പെടെയുള്ള മേഖലകൾ, വനമേഖല, മലയോര മേഖലകളിലൊക്കെ എപ്പോഴും ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിനനുസരിച്ചുള്ള മുന്നൊരുക്ക നടപടികളും സ്വാഭാവികമായും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. മഴ അങ്ങനെ നിർത്താതെ പെയ്യുകയാണെങ്കിൽ അത്തരത്തിൽ സ്വീകരിക്കേണ്ട ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിക്കേണ്ടതായി ഉണ്ട് എന്നുള്ളതാണ്. ഇന്നെന്തായാലും തോരാതെ മഴ പെയ്യുന്ന ഒരു സാഹചര്യം. ആദ്യ മണിക്കൂറുകളിൽ തന്നെ രാവിലെ ഒരു 2 മണിക്കൂറായി തുടർച്ചയായി ഇങ്ങനെ മഴ പെയ്യുന്ന അതിശക്തമായ മഴയല്ല, പക്ഷേ മഴയ്ക്ക് ശമനമില്ലാതെ ഇങ്ങനെ പെയ്യുന്ന ഒരു സാഹചര്യം ആണ് നിലവിലുള്ളത് എന്നുള്ളതാണ്. ജില്ലയിൽ ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇപ്പോൾ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. വിദ്യാലയങ്ങളിലേക്കൊക്കെ പോകുന്നത് അവരൊക്കെ ഏറെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. ജില്ലയുടെ വിവിധ മേഖലകളിലും ഇത് തന്നെയാണ് സാഹചര്യം. പ്രത്യേകിച്ചും പൊന്നാനി ഉൾപ്പെടെയുള്ള തീരപ്രദേശങ്ങളും നിലമ്പൂർ ഉൾപ്പെടുന്ന മലയോര മേഖലകളിലും ഇത്തരം മഴ കനക്കുന്ന സാഹചര്യങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശവും ഉണ്ടാകും. മോത്തി, ശരി, ജാഗ്രതാ നിർദ്ദേശം ഉണ്ട്, കൃത്യമായി പാലിക്കുക. അതിശക്തമായ മഴ അല്ലെങ്കിലും തുടർച്ചയായി തന്നെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മലപ്പുറത്ത്. അതാണ് സ്ഥിതി. തുടർച്ചയായി ഒരുപാട് സമയം മഴ പെയ്താലും അത് കുറച്ച് ശ്രദ്ധിക്കേണ്ട അവസ്ഥയായിരിക്കുമെന്ന് നമുക്കറിയാം. കാലവർഷം കനത്തിട്ടുണ്ട് കേരളത്തിൽ. പലയിടങ്ങളിൽ നിന്നുള്ള വിവരങ്ങളാണ് നമ്മൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. മലപ്പുറത്തു നിന്നുള്ള വിവരമാണ് അരുൺ അമൃതാഥ് പങ്കുവച്ചത്. അങ്ങനെയെങ്കിൽ നമുക്ക് കൊച്ചിയിൽ എന്താണ് വിവരങ്ങൾ എന്നറിയണം. കൊച്ചിയിൽ നിന്ന് അരുൺ ശങ്കർ കൂടിയുണ്ട്. അരുൺ, ഗുഡ് മോർണിംഗ്. മഴ അവിടെ ഉണ്ടോ? ഇപ്പോൾ നേരത്തെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ചെറിയ മഴയായിരുന്നു, പക്ഷേ വെള്ളക്കെട്ടുണ്ടായിരുന്നു. എന്താണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ? കൊച്ചി നഗരത്തിൽ കഴിഞ്ഞ 8 മണിക്കൂറായിട്ട് ശക്തമായി മഴ തന്നെ പെയ്യുന്നുണ്ട്. ഇടവേളകളിലാണ് ഈ മഴ പെയ്യുന്നത്. ഇപ്പോഴും ചെറിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. ചരൽ മഴയാണെന്നേ ഉള്ളൂ. പക്ഷേ ആ മഴ ശക്തമാകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. അതായത് ആകാശം മേഘാവൃതമാണ്. അതുകൊണ്ട് തന്നെ ഇടവേളകളിൽ ഇങ്ങനെ മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. സാധാരണഗതിയിൽ കൊച്ചി നഗരത്തിൽ ഒരു അരമണിക്കൂർ മഴ നിർത്താതെ പെയ്തു കഴിഞ്ഞാൽ വലിയ വെള്ളക്കെട്ടുകളൊക്കെ ഉണ്ടാകും. പക്ഷേ പൊതുവിൽ വെള്ളക്കെട്ടുകൾ ഇപ്പോൾ ഇല്ല എന്നുള്ളത് വലിയ ആശ്വാസകരമാണ്. നമ്മൾ രാവിലെ ഒരു വെള്ളക്കെട്ട് ഈ ഇടപ്പള്ളി അരൂർ ബൈപ്പാസിൽ ചെറിയ രീതിയിലുള്ള വെള്ളക്കെട്ട് സർവീസ് റോഡിൽ ഉണ്ടായിരുന്നു. അതിപ്പോഴും അങ്ങനെ തന്നെ തുടരുകയാണ്. അതിനപ്പുറത്തേക്ക് പ്രധാനപ്പെട്ട സൗത്ത് റെയിൽവേ സ്റ്റേഷൻ, അതോടൊപ്പം തന്നെ മറ്റു പല കേന്ദ്രങ്ങളിലൊക്കെ ഉണ്ടാകാറുള്ള വെള്ളക്കെട്ട് ഇപ്പോൾ ഇല്ല എന്നുള്ളത് വലിയ ആശ്വാസകരമാണ്. പക്ഷേ മഴ ഇനിയും തുടരാൻ തന്നെയാണ് സാധ്യത. എറണാകുളത്ത് ഓറഞ്ച് അലർട്ടാണ് ഇന്നുള്ളത്. ആ അലർട്ടിൽ വല്ല മാറ്റം വരുമോ എന്നുള്ളത് അടുത്ത മണിക്കൂറിൽ മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. കാരണം ശക്തമായ മഴ പെയ്യുന്നതുകൊണ്ട് അത് റെഡ് അലർട്ടിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. എന്തായാലും നിലവിൽ ഇതുവരെ ഈ മഴക്കെടുതികളൊന്നും ജില്ലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കിഴക്കൻ മേഖലയിലൊക്കെ തന്നെ സാധാരണഗതിയിൽ ശക്തമായ മഴ പെയ്തു കഴിഞ്ഞാൽ മഴക്കെടുതികളൊക്കെ ഉണ്ടാകാറുണ്ട്. അതോടൊപ്പം നഗരത്തിലും അത്തരത്തിലുള്ള മഴക്കെടുതികൾ, അതായത് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുന്നത് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇന്ന് അത്തരത്തിലുള്ള മഴക്കെടുതികളൊന്നും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ശക്തമായ മഴ തന്നെയാണ് എറണാകുളം ജില്ലയിലുള്ളത്. അത് കഴിഞ്ഞ രാത്രി ഒരു 11 മണിയോടുകൂടി തന്നെ മഴ തുടങ്ങി. അത് അതിശക്തമായി തന്നെ മഴ പെയ്തു. അത് ഇടവേളകളിൽ ഇങ്ങനെ മാറി മാറി മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും മഴ തുടരട്ടെ. ശക്തമായി ഇടവിട്ടുള്ള മഴ ദുരിതം ഉണ്ടാക്കുന്നുണ്ട്. ഒരു പ്രതികരണത്തിലേക്ക് കൂടി കൊച്ചിയിൽ നിന്നുള്ള. ഭയങ്കര മഴയാണ്, ഒരു രക്ഷയില്ല. മഴയെക്കാട്ടും വലുതാണ് നമ്മുടെ റോഡുകൾ. ഒരു രക്ഷയില്ലാത്ത റോഡുകൾ, ആകെ കുഴിയും വെള്ളം വീഴാൻ പോയി. ഒരു രക്ഷയില്ല. കറക്റ്റ് ജോലിക്ക് കയറാൻ ചെയ്യണമല്ലോ. അതാണ്. മറ്റു സ്ഥലങ്ങളിലുണ്ടോ വെള്ളക്കെട്ട്? എല്ലായിടത്തും വെള്ളക്കെട്ടാ. ഞാൻ കാക്കനാട് നിന്ന് തന്നെയാണ്. ഒരു എളുപ്പം വഴി നോക്കി പോകാനാണ്. പക്ഷേ സമയത്ത് എത്തില്ല. ഇനിയിപ്പോൾ അരമണിക്കൂർ എനിക്ക്. അരുൺ അമൃതാഥും കൊച്ചിയിൽ നിന്ന് അരുൺ ശങ്കറുമാണ് വിശദ വിവരങ്ങൾ പങ്കുവച്ചത്. മഴയുടെ കാഠിന്യം എത്രത്തോളം ഉണ്ട് എന്നത്. നിർത്താതെ പെയ്യുകയാണ് മഴ മലപ്പുറത്തൊക്കെ. അങ്ങനെ നിർത്താതെ കുറേ സമയം പെയ്തുകൊണ്ടിരിക്കുമ്പോൾ വെള്ളക്കെട്ട് രൂപപ്പെടാനും നീരൊഴുക്ക് ശക്തി പ്രാപിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കണം. വീണ്ടും പറയുന്നത് ശ്രദ്ധിക്കണം. വാഹനം ഓടിക്കുന്ന സമയത്തൊക്കെ ശ്രദ്ധിക്കണം.